താങ്ക് യു. പോസ് ചെയ്യാൻ അറിയാങ്കിലേ ഉള്ളൂ. അത് ഓപ്പറേറ്ററേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഫോൺ നിന്റെ 12 o'clock ആയത് കാണിക്കട്ടെ. അമ്മക്ക് എന്റെ കൊച്ചു ഉറങ്ങിപ്പോയി. 12 മണിയായി. എന്റെ ബർത്ത്ഡേ. ഓ 2 വേണം. മൂന്നാമതും കൂടി ഇരിക്കട്ടെ. താങ്ക് യു. ആ ജലദോഷം മുഴുവൻ ഇല്ല, ഞാൻ കൊടുത്തില്ല. അവള് മേടിച്ചോണ്ട് പോയത്. ഹാപ്പി ബർത്ത്ഡേ പറയും. 12 o'clock ആയി. അയ്യോ ബേബി, അമ്മയുടെ ബർത്ത്ഡേ വിഷ് ചെയ്യ. നിങ്ങൾ വിഷ് ചെയ്യണം കേട്ടോ. വിഷയടാ അമ്മേനെ വിഷി. അതുകൊണ്ട് കൊച്ച നേരത്തെ വിഷ് ചെയ്തു. ഉറങ്ങാൻ പോവാന്ന് അറിയാവുന്നതുകൊണ്ട് അവള് നേരത്തെ തന്നെ വിഷ് ചെയ്തു. ഈ കോലങ്ങൾ കണ്ട ആരും പേടിക്കരുത്. ഞങ്ങൾ പാതിരാത്രി 11 മണിക്ക് ഇവിടെ ഇരുന്ന് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കണ്ടോണ്ടിരിക്കുകയാണ്. ദീനാ അതിന്റെ ഏതാണ്ട് തീരണ ഭാഗം എത്തിയെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പായി, നാളെ രാവിലെ കാണാം. എനിക്ക് തോന്നി അടിപൊളി. എന്താണ് എന്റെ പേര് എഴുതാത്തത്? ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എവിടെയാ? ആ സാരല്ല. എന്റെ അമ്മ അതെനിക്കറിയാം. എല്ലാ വർഷവും എന്റെ അമ്മ കഷ്ടപ്പെട്ട് കേക്ക് ഉണ്ടാക്കും, പണ്ടും ഇപ്പോഴും. അത് തുടങ്ങട്ടെ. കത്തള്ളേ മിന്നിച്ചേക്കണേ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Thank you. ആർക്കാ ഫസ്റ്റ് വേണ്ടേ? ചെറുതീന്ന് തുടങ്ങിയാലോ? ചെറുതീന്ന് തുടങ്ങാം. ചെറുതിന് വേണ്ടെന്ന് വലിയ തുടങ്ങാൻ. It's like you bought it. I made it. I don't like this. Give it to you. അടിപൊളി കേക്ക്. It doesn't really nice cake. Happy birthday. I want to try. You want to try now? അടിപൊളി കേക്ക്. Yummy. No, see? I told you, yummy. അവിടെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. Happy birthday. Yeah. കേട്ടോ. Yeah. ഞാൻ കണ്ണടച്ച് നിന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല. താങ്ക് യു. എനിക്കും അങ്ങനെ പൊട്ടിക്കാൻ ഒരു അവസരം കിട്ടി. ഞാനൊന്ന് പൊട്ടിക്കട്ടെ ഇനി. എനിക്കും അങ്ങനെ ഫൈനലി പൊട്ടിക്കാൻ ഒരു അവസരം കിട്ടി. പൊട്ടിക്കാൻ അമ്മ യൂട്യൂബിലൊക്കെ മെസ്സേജ് ഇട്ട് പൊട്ടിക്കാൻ തരാന്ന് കമന്റ്. അപ്പൊ തന്നെ എനിക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും പൊട്ടിക്കാൻ തരാം. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സർപ്രൈസ് ആയിരുന്നു കേട്ടോ. മേക്കപ്പ് ആയിരിക്കില്ല, അത് അമ്മയ്ക്ക് ആവശ്യത്തിലേറെ. ഷൂ ആയിരിക്കോ? ഷൂ. ക്ലിയറൻസ് മേക്കപ്സ്. ഇതെവിടെ കിട്ടി? ഞാൻ ഈ കാനഡയിൽ ഒരുപാട് കടകളിൽ കൂടെ തിരക്കി. എനിക്ക് എല്ലായിടത്തും ഈ ചോക്ലേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ മിൽക്ക് ചോക്ലേറ്റ് കിട്ടുന്നുണ്ടാവില്ല. താങ്ക് യു. ഐ എം സോ ഹാപ്പി. മിൽക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചോബ്ലറുണ്ട്. My favorite rich cream and lip oil, I guess. No. That one you asked for. ഇത് ഞാൻ ചോദിച്ചതാണ്, പക്ഷെ ഗിഫ്റ്റ് ആയിട്ട് അവൾ എനിക്ക് മേടിച്ചത്. ഓക്കെ ഗുഡ്. താങ്ക് യു. പക്ഷെ ഇത് ഞാൻ എന്തെങ്കിലും ചെയ്യും. എന്റെ അമ്മയും എനിക്ക് തന്നെ ഗിഫ്റ്റ്. മറ്റേതൊക്കെ ചിക്കുന്റെ വക അത് വിശ്വസിക്കുന്നു. എന്റെ മക്കളെ. ഓക്കെ, താങ്ക് യു. I am so happy. I see what it is. I see what it is. I saw exactly. I saw It's a part of a picture. It's got a picture. Yeah. Huh? Picture.
അവിടെ ഏതാ You, I look gothic with this lipstick. I don't like ഇല്ല it. നല്ലതാ. No, I don't like it. ഞാൻ എന്റെ ചിക്കുവിന് ഇന്ന് ഡാർക്ക് ലിപ്സ്റ്റിക് കൊടുത്തു, എന്റെ ലിപ്സ്റ്റിക് കൊടുത്തു. ചിക്കു ഒരിക്കലും ഡാർക്ക് ഇടില്ല, ചിക്കു എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് ഇടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് ഡാർക്ക് കൊടുത്തു. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ എന്ത് പറഞ്ഞാലും ചിക്കുസ് കേൾക്കും. അല്ല Yeah, ചിക്കു it's almost yesterday. It looks purple to me. പർപ്പിൾ Yours, അല്ല on you it looks റെഡ് pink. ആണത് ആക്ച്വലി. On you it looks pink, but on me it looks purple to me. റെഡ് ആണ് ആക്ച്വലി. റെഡ് അല്ല, ഒരു മെറൂണിഷ് റെഡ്, ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ അത് പിങ്ക് ആയിട്ടും പർപ്പിൾ ആയിട്ടും ഒക്കെ തോന്നുന്നുണ്ടെന്നേ ഉള്ളൂ. Whatever. അപ്പൊ ഇന്നതാ ഞങ്ങള് ബ്ലൂ കുടുംബമാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. യൂട്യൂബ് കുഞ്ഞാപ്പി മാത്രം ബ്ലൂ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ബ്ലൂ ഉണ്ട് കേട്ടോ. അവൾക്ക് മാത്രം ഒരു ബ്ലൂ ടോപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് അവൾക്ക് ഞാൻ തൽക്കാലം ഒരു ബ്ലൂ ഒക്കെ ഉള്ള ഒരു ഉടുപ്പെടുത്തു. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്നത് പ്രീമിയം മോളിലേക്കാണ്. ഞങ്ങള് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഗൈസ്. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുന്നു, എല്ലാരും കൂടെ ഇരിക്കുന്നു, വൈനൊക്കെ കഴിക്കുന്നു, പിന്നെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലായിടത്തും ഒക്കെ പോകുന്നു, ഒക്കെ ഭയങ്കര പ്ലാനായിരുന്നു. പക്ഷെ നമ്മള് ആദ്യത്തെ പ്ലാൻ പൊളിഞ്ഞ്, അല്ല ഇങ്ങോട്ട് വന്നു, എൻജോയ് ചെയ്തു, വൈൻ കഴിച്ചില്ല, ഉറങ്ങിപ്പോയി. അത് കാരണം ആ പ്ലാൻ പൊളിഞ്ഞു. പക്ഷെ സാറിൽ ഇന്ന് രാത്രി ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ഇന്നിനിയിപ്പം ഞങ്ങൾ വിചാരിച്ചു മാളിലൊക്കെ പോയി ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങ് എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു ഇതില് ഞങ്ങൾ ആ പ്രീമിയം മാളിലേക്ക് പോവാണ്. നമ്മൾ പ്രീമിയം മാളിൽ പോയിട്ടേ ഇല്ലല്ലേ? ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. I haven't gone. ഒരു പ്രാവശ്യം ഇവള് കുഞ്ഞു ബേബി ആയിരുന്നപ്പോ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതിനുശേഷം ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വെസ്റ്റ് ഡീന്ന് മാറി പ്രീമിയം മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ഞങ്ങള് വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ബർത്ത്ഡേ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതിലും ഭേദമല്ലേ, നമുക്ക് വർഷത്തിൽ ഒരേ ഒരു ദിവസമല്ലേ നമ്മുടെ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഒരു ദിവസം വരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വീട്ടിലിരുന്ന് വെറുതെ മുഷിഞ്ഞ് കളയണ്ട, നമുക്ക് പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പൊ നമ്മള് പോവാണ്. നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട്. എന്നെ വിഷ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ വിഷ് ചെയ്തു. ഇനി ഞാൻ ചോദിച്ച് വിഷ് മേടിച്ചു, ഞാൻ ചോദിച്ച് വിഷ് മേടിച്ചു എന്നാരും പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. സ്നേഹമുള്ളവരൊക്കെ വിഷ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി എന്നെ. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് നല്ല മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒത്തിരി വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം എന്തായാലും നമുക്ക് വേഗം പോവാം. ഞങ്ങളിതാ മാളിലൊക്കെ വന്നു, പ്രീമിയം മാളിൽ വന്നു കേട്ടോ. അത് ഇങ്ങനെയാണ് പ്രീമിയം മാളിൻ്റെ എൻട്രൻസ്. 4-5 എൻട്രൻസ് ഉണ്ട് കേട്ടോ. അല്ല 7-8 എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു മൊത്തം. അതിൽ നമ്മൾ വന്നിരിക്കുന്ന ഏത് എൻട്രൻസ് 4 ആട്ടോ. നമ്മൾ ആക്ച്വലി മെയിനായിട്ട് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാൻ. വീടിനകത്തിരുന്ന് മുഷിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഓഫേഴ്സൊക്കെ കണ്ടു, ഒന്ന് നോക്കിയേക്കാമെന്നും കൂടെ വിചാരിച്ചു. ചുമ്മാ ഒന്നും മേടിക്കില്ല. ഇത് ഇവിടെയൊക്കെ 1/2 ഓഫ്, ഒന്ന് മേടിച്ച 2 ഓഫാണോ? അങ്ങനെയാണോ? Buy one item, get the second item. ഓ ഹാഫ് പ്രൈസ്. ഓ അടിപൊളി. ഓക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളിതാ ഈ പ്രാവശ്യം എടുത്തപ്പം ഈ പ്രാവശ്യം റോണു നിന്നേടാ ഈ പ്രാവശ്യം ഞങ്ങളിതാ ഈ ഒരു സ്ട്രോളർ, കുട്ടി സ്ട്രോളറും കൂടെ എടുത്തുവിട്ട് എൻ്റെ ഐറൂട്ടിക്ക്. നോർമലി 2 അല്ലെങ്കിൽ 3 കട കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ പറയും എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സ്ട്രോളർ എടുത്തു. ഇൻ കേസ് എടുക്കാൻ പറഞ്ഞാൽ അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ആണോ? ഒന്ന് പോയി നോക്കിയാലോ. ഓഷ്കോഷിൽ ബോക്സിംഗ് വീക്ക് സെയിലുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ചുമ്മാ ഒന്ന് കയറി നോക്കാം, വന്നതല്ലേ. കമോൺ ഗൈസ്, ഓഷ്കോഷ്. നമ്മളിതാ ഓഷ്കോഷിൽ നിന്ന് ഇറങ്ങി. അവിടെ കാര്യമായിട്ട് ഓഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ജസ്കോസിയിൽ വന്നു. ജസ്കോസിയിൽ എല്ലാ പാൻറ്റിനും $10 ഉള്ളൂ കേട്ടോ ഇപ്പം. ജസ്കോസിയുടെ പാൻറ്റുകൾ നല്ലതാണ്, കാരണം ഇതിൻ്റെയൊക്കെ അകത്ത് നല്ല ഫ്ലീസ് ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് തണുക്കത്തില്ല ഒട്ടും പോലും. ഫുൾ ലെഗ് ഫ്ലീസ് ഉള്ള പാൻസാണ്. ഞാൻ അങ്ങനത്തെയാണ് കേട്ടോ വിൻ്ററിൽ ഞാനും അമ്മയും ചിക്കും ഒക്കെ ഉപയോഗിക്കുന്നത്. ജസ്കോസിയുടെ ഫ്ലീസ് പാൻസാണ്. അപ്പം ഞാൻ നോക്കിയപ്പം നമ്മുടെ വെസ്റ്റഡിലെ ജസ്കോസിയിൽ പ്ലെയിൻ കളേഴ്സ് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ പ്ലെയിൻ കളേഴ്സ് കുറേ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 2 പ്ലെയിൻ കളർ മേടിക്കാമെന്ന്. അതാകുമ്പം ഏത് ടോപ്പിൻ്റെ കൂടെ വേണേലും ഇടാമല്ലോ. മറ്റേ മൊത്തം കളർഫുള്ളും ഫ്ലവേഴ്സൊക്കെ ഉള്ളത് എൻ്റെ കയ്യിലിരിക്കണതൊക്കെ ഞാൻ വെച്ചു പ്ലെയിൻ ആയിട്ടുള്ളത് 2 മേടിക്കാമെന്ന്. അപ്പം അങ്ങനെ മേടിക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ്. കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്കും ഉണ്ട്, പല സൈസിലുള്ളതുണ്ട്. ഞാൻ ഐറൂട്ടിക്കും ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എടുക്കാം. ബാത്ത് ആൻഡ് ബോഡിയിലെ കുറച്ച് ഹാൻഡ് സോപ്സ് ഒക്കെ മേടിക്കുക. ഇവിടെ 5 for $29 ആട്ടോ. ഞാൻ എപ്പോഴും മേടിക്കുന്ന ഒരു സെൻറ്റ് എന്ന് പറയുന്നത് ജാപ്പനീസ് ചെറി ബ്ലോസത്തിൻ്റെ ആണ് കേട്ടോ. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും ഞാൻ അങ്ങനെ അധികം ട്രൈ ചെയ്യുന്ന ഒരാളല്ല. എന്ത് സാധനം മേടിക്കുമ്പോഴും ജാപ്പനീസ് ചെറി ബ്ലോസത്തിൻ്റെ സെൻറ്റാണ് കേട്ടോ ഞാൻ നോക്കി മേടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഹാൻഡ് ലോഷൻ, ബോഡി ലോഷൻ സംഭവങ്ങളൊക്കെയാണ്. ഇത് ബോഡി മിസ്റ്റൊക്കെയാണ്.
തൽക്കാലം നമുക്ക് ഹാൻഡ് സോപ്പാണ് മേടിക്കേണ്ടത്. ഹാൻഡ് സോപ്പും ക്യാൻഡിലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നോക്കാനുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. തൽക്കാലം നമുക്ക് ഹാൻഡ് സോപ്പ് നോക്കാം, പിന്നെ ക്യാൻഡിലും നോക്കാം. വില ഏതാ ലാഭം നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രീമിയം മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ വെസ്റ്റ് എഡ്മണ്ടൺ മാൾ തന്നെയാട്ടോ ബെറ്റർ. കാരണം ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള ഡെക്കറേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ആകെ കയറി ചെല്ലുമ്പോൾ കാണിച്ച ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒന്നുമില്ല. പിന്നെ എല്ലാ ഷോപ്പിലും ഓഫേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഓഫേഴ്സേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ബോക്സിംഗ് ഡേ വരുമോ ഈ ഫ്രൈഡേ, December 26. അപ്പോൾ അന്നായിരിക്കും നല്ല ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓഫേഴ്സ് കുറവായിട്ടിരിക്കണേ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യമായിട്ട് അങ്ങനെ നോക്കിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ വെസ്റ്റ് എഡ്മണ്ടൺ മാളിൽ പോയിട്ട് അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ വെസ്റ്റ് എഡ്മണ്ടൺ മാളിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ അങ്ങനെ വെസ്റ്റ് എഡ്മണ്ടൺ മാളിലെത്തി. വിശപ്പിൻ്റെ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അഞ്ജന. ഞങ്ങള് പ്രീമിയം മോളിൽ പോയി എന്നിട്ട് നേരെ വെസ്റ്റ് എഡ്മണ്ടൺ മാളിലേക്ക് വന്നു. അവിടെ ഒന്നുമില്ല. ദൈവം പുറത്തോട്ട് കാണാൻ പറ്റിയില്ലോ. താങ്ക് യു. ഇത് അഞ്ജനയാണ് കേട്ടോ. ഇത് അഞ്ജനയാണ്, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവൾ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിൽ വരാൻ ഇങ്ങനെ പക്ഷെ ഞങ്ങൾ ഇന്ന് വീട്ടിൽ കയറണില്ലാതെ പ്ലാൻ ഇട്ടതാ. ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട്. ആ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കാണാം. ശരി എന്നാ. ഓക്കെ. ഓ അതൊരു വമ്പൻ സർപ്രൈസ് ആയി പോയിട്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മളിതാ വെസ്റ്റ് എഡ്മണ്ടൺ മാളിൽ വന്ന് ഫുഡ് നേരെ ഓർഡർ ചെയ്തു. വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേർക്ക് പതിവ് പോലെ ഹാപ്പി മീൽ, ജൂനിയർ ചിക്കനൊക്കെ. റോണും ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ സ്പൈസി ചിക്കൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, സ്പൈസി ചിക്കൻ പുറ്റീൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അതായിട്ട് മേടിച്ചത്. അപ്പോൾ റോണു ഇതാ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവനൊരു ആപ്പിൾ ജ്യൂസ് ഞങ്ങൾ എക്സ്ട്രാ മേടിച്ചു. ഇഷ്ടപ്പെട്ടില്ല ആപ്പിൾ ജ്യൂസ്? ഓ പക്ഷെ അത് ഓക്കെ ആണല്ലോ, നല്ലതാണല്ലോ പൊതുവേ. ചിക്കു ഇതെങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. ഞാൻ ട്രൈ ചെയ്തു, അടിപൊളി സാധനം. സ്പൈസി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പൈസ് ഒന്നുമില്ല, പക്ഷെ ഓക്കെയാണ്. സ്വീറ്റാണ്. സ്പൈസി ചിക്കൻ എന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞത്, പക്ഷേ സ്വീറ്റാണ് ആക്ച്വലി. നല്ലതാണ്. നല്ലതല്ലേ? ചീസാണെങ്കിലും നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല മെൽറ്റായി, അതുകൊണ്ട് നല്ല രസമുണ്ട് കഴിക്കാനും കാണാനും. അപ്പോൾ എന്തായാലും എന്തോ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഹാപ്പി മീൽ ആയതുകൊണ്ട് ഒരു ടോയ് ഒക്കെ കിട്ടിയിട്ട്. ഇപ്രാവശ്യത്തെ ടോയുടെ പേരെന്താ? ഗ്രിഞ്ചാണ് കിട്ടിയത് ഇപ്രാവശ്യം കൊച്ചിന്. ക്രിസ്മസ് ആയതുകൊണ്ട് അവർ ഗ്രിഞ്ച് കൊടുത്തു. ഐറൂട്ടി ഇപ്രാവശ്യം മറ്റേ ജൂനിയർ ചിക്കൻ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുമോ എന്തോ അറിയില്ല. എനിവേസ് അവളിപ്പോൾ നഗറ്റ്സ് കഴിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം നഗറ്റ്സൊക്കെ ഞങ്ങളിനിപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങണം. ഇതിലെ കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കൂടെ ഞങ്ങൾക്കും ഒന്ന് കാണണം, ഞങ്ങൾ കണ്ടില്ല ഇതുവരെ. അപ്പോൾ ഒന്ന് കറങ്ങി നടന്ന് കണ്ട് പറ്റുവാണെങ്കിൽ കുറച്ച് റൈഡ്സിലൊക്കെ കയറണം എന്നുണ്ട്. നോക്കാം, എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഒക്കെ വരാം. എന്തായാലും കഴിച്ചിട്ട് വരാം. ഇനി നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല സെറ്റ് സാധനം. അടിപൊളി സാധനമാണ് കേട്ടോ. കഴിച്ചിട്ട് വരാം. ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ നമ്മുടെ ത്രില്ലറിൽ വന്നേക്കാണ് കേട്ടോ, VR ത്രില്ലറിൽ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ അവരെ ആദ്യം ചിക്കൂസും റോങ്കുട്ടനുമാണ് ചെയ്യാൻ പോണേ. അത് കഴിഞ്ഞിട്ട് ഞാനും അയറും. അപ്പോൾ ചിക്കൂസും റോണും എടുത്തിരിക്കുന്നത് ഹൊററാണ് കേട്ടോ. അതിൽ ഹൊറർ ഐലൻഡ് അല്ല, ടവർ ഐലൻഡ് എന്നാണ് പേര്. ആ ഒരു സംഭവമാണ് ചിക്കുവും റോണും ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാപ്പി ഇരിക്കും. ശരിക്കും ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരുടെ 2 വർക്ക് ചെയ്യുന്നുള്ളൂ, മറ്റ് 2 വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അവരാദ്യം ചെയ്യട്ടെ, എന്നിട്ട് ഞാനും കുഞ്ഞാപ്പിയും ചെയ്യാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അഞ്ജനേനെ കണ്ടല്ലോ. അഞ്ജന ഓടിപ്പോയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ തുറന്നു നോക്കിയില്ല എന്താണെന്നുള്ളത്. നമുക്ക് വീട്ടിൽ പോയിട്ട് തുറന്നു നോക്കാം എന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അവളെ കാണാൻ പറ്റിയതും അവൾ വന്നതും ഒക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എനിവേസ്
അതെ, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ ലൈഫിൽ. അങ്ങനെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ ചിക്കൂസും അവനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചിക്കൂസ് നല്ല സ്കെയറായിട്ട് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. റോണുവിന് വലിയ പേടിയൊന്നും ഞാൻ കാണുന്നില്ല. അത്യാവശ്യം നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ചിക്കുവിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ചിക്കു പേടിച്ചൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ കാറുന്നൊന്നുമില്ലല്ലോ, ഭയങ്കര വലിയ സംഭവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ ചിക്കു കാറുന്നുണ്ട് കേട്ടോ. ചിക്കുവിന് പേടിയാവുന്നുണ്ടെന്ന് തോന്നുന്നു. കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. സംഭവം ബഹുലമാണ്. ടി വിയിലേക്ക് നോക്കി ആ സാധനമൊക്കെ ഇവളിങ്ങനെ അടുത്ത് കാണുന്നത്. എനിക്ക് പേടിയാണ് ഹൊറർ, ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ ഹൊററിൽ. ചിക്കു പേടിച്ച്. ഞങ്ങളെടുത്ത് ടവർ ഐലൻഡ് ആയിരുന്നു. ഇവർ പക്ഷെ മൈൻഡ് ബീസ്റ്റ് റൈഡിൽ കയറി. അക്കു നല്ല സ്ക്രീമിങ് ആട്ടോ. ഹൈറു അവിടെ ഇരുന്നുണ്ട് ഇറ്റ്സ് നോട്ട് റിയൽ എന്നും പറയുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. നന്നായിട്ട് ഞങ്ങളുടേത് റോളർ കോസ്റ്റർ ആയിരുന്നു കേട്ടോ. ചിക്കുവിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തോ എയറിലേക്ക് ചുമ്മാ അവരെ തള്ളിവിട്ട് അവർ പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങൾ റോളർ കോസ്റ്റർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ പേടിപ്പിക്കാനായിട്ട് ബാറ്റ്സും മൃഗങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇടയിൽ കൂടെ വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തടയുമല്ലോ, അങ്ങനെയുള്ള ഫീലൊക്കെ വന്നുള്ളൂ. വേറെ പേടിക്കാനുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ സ്കെലിട്ടൺസ്, കുറേ ലൈറ്റ്സ്, പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ കൂടെ പോയിട്ടോ. വാവ് ഫീലായിരുന്നു. വേറെ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ സ്പെഷ്യലായിട്ട് പേടിക്കത്തക്ക രീതിയിലൊന്നുമില്ല, 1-2 സ്ഥലങ്ങളല്ലാതെ. പക്ഷേ ഇറ്റ് വാസ് എ നൈസ് വൺ. ഹൊറർ മാത്രമേ ട്രൈ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അതും കൂടെ ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്നാ ഉള്ളത്, ഇനിയിപ്പം ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുക, എന്തെങ്കിലുമൊക്കെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിക്കേ, ഇവിടെ ഇഗ്ലൂ ഹൗസ് പോലത്തെ ഹൗസ് അല്ലേ ചിക്കു? ഇഗ്ലൂ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു ചെയറും ഒക്കെ ഉണ്ട്, ഒരു കുട്ടി ചെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ റോണും അതിനകത്ത് കയറിയിരിക്കും കേട്ടോ. ഐറുദ ഇപ്പുറത്തെ ഹൗസിനകത്ത്. ഐറുട്ടി കുക്കിംഗ് ആണോ? നല്ല രസമുണ്ട് ആക്ച്വലി. നല്ല ഇങ്ങനെ മഞ്ഞിൻ്റെ നല്ല ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ ഈ പ്രാവശ്യം. ഹൗസ് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്, ഇതിനു മുമ്പ് ഉണ്ടായോ എന്ന് അറിയില്ല കേട്ടോ. ഇപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ അധികം വരാറില്ല, അതുകൊണ്ട് അറിയില്ല. സാൻഡയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന്. ദോ ഇരിക്കുന്നതാണ് കേട്ടോ സാൻഡയുടെ അടുത്ത് പോയി ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഈ വർഷം $64 കൊടുക്കണം, $64 കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് തോന്നുന്നു. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, ആർക്കും എടുക്കണമെന്ന് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു അത്രയും പൈസ കൊടുത്ത് സാൻഡയുടെ കൂടെ. അപ്പോൾ എന്തായാലും ഞങ്ങളും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും പൈസ കൊടുത്തിട്ട്. എന്തായിരുന്നു? ഓ മൈ ഗുഡ്നസ്, ഹാരി പോട്ടർ ലേഡിയോട് എനിക്ക് പുച്ഛം. സോറി, അങ്ങനെയില്ല. ഏത് നേരം അവൾ ഹാരി പോട്ടറിൻ്റെ ഇത് പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞാണ് കേട്ടോ. ചിക്കൂസിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയുള്ള ഇത് നിങ്ങൾ കാണാം. ഇത് എന്നതാടി കോച്ച് ചെയ്ത് അല്ലേ? അങ്ങനെയല്ല വേണ്ട, തെറി വിളിക്കരുത് പ്ലീസ്, തെറി വിളിക്കരുത്. എനിക്കറിയില്ല. ഏതാണ്ട് ഒരു സാധനം, താടിയുള്ള അപ്പൂപ്പൻ. നല്ലതായിട്ട് വരും. ഓക്കെ, അടിപൊളി. ഇവിടെ വെച്ചേരും. ഹാരി പോട്ടർ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്നും തോന്നില്ല കേട്ടോ. എൻ്റെ ചേച്ചി ഇച്ചിരി പുറകോട്ടാ കാര്യത്തിലൊക്കെ, കാണിക്കാൻ സമ്മതിക്കൂല ഇത്. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയണം. ഒന്നും തോന്നില്ല, ഇന്നസെന്റ് ബേബിയാണ്. സിമ്പിൾ ആൻഡ് ഹംബിൾ. ഞാൻ സിമ്പിൾ ആൻഡ് ഹംബിളാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഫാമിലി മൂവീസ്, ഫണ്ണി മൂവീസ്, കോമഡീസ് അങ്ങനത്തെയൊക്കെ ഇഷ്ടം. അങ്ങനത്തെ അല്ലാത്ത വേറെ ഒന്നും ഞാൻ കാണില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരും ഓരോ രീതിയല്ലേ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഈ സൈഡിലേക്ക് വരുമ്പോഴും ദാ ഇവിടെ 2 വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദാ ഇവിടെയും ഉണ്ട് കേട്ടോ നല്ലൊരു വീട്. കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണോ ഞാൻ മറന്നുപോയി. നമ്മളിവിടെ വന്നപ്പം ഈ സാധനം ബ്ലോക്ക്ഡ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നേ. ഞങ്ങളെല്ലാവരും കയറി നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ബ്ലോക്ക്ഡ് ആണ് കേട്ടോ, അതുകൊണ്ട് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ സംഭവം സെറ്റാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
ഞങ്ങളിതാ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് ഞാൻ പോയി വാക്സ് ചെയ്തു കേട്ടോ. എൻ്റെ പുരുകം ചെയ്തു, എൻ്റെ അപ്പർ ലിപ്പ് ചെയ്തു, സുന്ദരി മണിയായി, അങ്ങനെ കാടും പള്ളയൊക്കെ പറിച്ച് കളഞ്ഞു. ഇനിയിപ്പം എൻ്റെ ബർത്ത്ഡേ ആയിട്ട് അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എനിക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ ചെയ്തു. അല്ല, ഇത്രയും നേരം ചെയ്തത് എനിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ അതൊക്കെ ചെയ്തിട്ട് ഇപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ വന്നിട്ട് ഇതാ ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അവൾ ഫോണിൽ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്, അവളുടെ ബേബി ഫോട്ടോസൊക്കെ. ചിക്കൂസ് ഏതോ ഒരു ഫുഡ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവളുടെ കൂടെ റോങ്കുട്ടനും പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സീറ്റൊക്കെ പിടിച്ചുകൂടി ഇരിക്കുക, ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ സീറ്റൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരിനി പോയിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ, ഫുഡൊക്കെ മേടിച്ചുകൊണ്ട്. അപ്പോൾ ആ ഫുഡ് എന്താണെന്ന് എനിക്കും അറിയില്ല. എന്തോ ഒരു കൊറിയൻ ഫുഡ് അവൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്, സ്പൈസി. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ സമയം 7:45. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ എൻജോയ്മെൻറ്റ് മതി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ചിക്കുവിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും പിള്ളേരും കൂടെ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകും. അവിടെ ചെന്ന് പിന്നെ പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം പ്രാർത്ഥനയും വേണമല്ലോ അല്ലേ. അപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയണത്. പക്ഷേ എൻ്റെ ദിവസം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എൻ്റെ ഫാമിലിയോടൊപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഐ ആം സോ ഹാപ്പി. ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഇത്രയൊക്കെ മതി ഗൈസ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ സന്തോഷം എന്ന് പറയണത് ഇതാ. സ്പെഷ്യൽ ഡേയ്സ് പുറത്തൊക്കെ പോവുക, ടൈം സ്പെൻഡ് ചെയ്യുക, ഒരുപാട് സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. എല്ലാവർക്കും അതങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അവൾ ഫുഡ് മേടിച്ചുകൊണ്ട് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കാം. അവൾ വരട്ടെ, എന്നിട്ട് ഫുഡ് കാണിച്ചു തരാം കേട്ടോ. ഫുഡ് വന്നേ, റോണു വന്നേ, ചിക്കൂസും വന്നേ. ഫുഡ് വന്നു ഗൈസ്, ഫുഡ് വന്നു. ഇതെങ്ങനെയുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇതെന്തായിരിക്കും? എന്താ ചിക്കു ഇത്? So this is sweet and sour chicken, and then this is just original ramen. ഓക്കെ. അയ്യോ, ഇതെന്നതാ? ഇത് മറ്റേ അന്ന് നമ്മൾ കഴിച്ചത് തന്നെയാണോ? അല്ല, വേറെയാ? Can I try too? ഇത് മോള് കഴിക്കില്ല, ഭയങ്കര സ്പൈസിയാ. ലുക്സ് ലൈക്ക് വെരി സ്പൈസി ടു മീ. And I think it's pretty spicy. അന്ന് ഫോർക്ക് അത് മറ്റേ സ്പൂൺ എടുക്കടാ, സ്പൂൺ എടുത്ത് കഴിക്കുക. ചിക്കൂസിന് മറ്റേ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട്. എനിക്ക് പേടിയാ ചൂട്. Just take a video. Wait, ഒന്ന് ഊത്. can I watch a video? റോണു അത് മാറ്റി വെക്കട്ടോ. You can watch a phone too. ഫോട്ടോ നോക്കിട്ടോ. I want a video. Yeah? ഇങ്ങനെ എടുക്കൂ. It's not bad. It's definitely spicy, You know what? but it's also a little salty. ആണോ? ഞാനും Like ട്രൈ ചെയ്യട്ടെ ഇനി. Quite salty. ഞാനും ട്രൈ ചെയ്യാൻ പോണു. എൻ്റെ ദൈവമേ, കാത്തോളണേ. അയ്യോ, സ്പൈസിയാ. Salty, right? ഉപ്പുണ്ട്. പക്ഷെ വേറൊരു ചൊവ. നല്ലതാ, നല്ല ടേസ്റ്റാണ്. It's a very thick broth. Right. You're right. വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. What am I right ഒപ്പം നല്ല എരിവും ഉണ്ട്. I'll try the chicken. More. More. I need more. I want. ഇതെന്നാ സ്വീറ്റ് ആൻഡ് സോറാ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് ചിക്കൻ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് നല്ല സ്പൈസി ആയിട്ട് വറുത്തിട്ട് കഴിക്കുന്നത് ഇഷ്ടം. ഇതെൻ്റെ അപ്പയുടെ എൻ്റെ സാധനം. ഇറ്റ്സ് നോട്ട് മൈ ടേസ്റ്റ്. എനിക്ക് ചിക്കൻ നല്ല സ്പൈസി ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം. ഗായ്സ്, ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കുള്ളൊരു വീടാണേ. എന്ത് രസമായിട്ടാ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്ക്. ക്രിസ്മസ് ലൈറ്റ്സ് വെച്ചിട്ട്. ടേൺ ചെയ്ത് കാണിച്ചെടുക്കാല്ലേ. ഓടേ സെറ്റല്ലേ. അയ്യോ, ടേൺ ചെയ്തത് നന്നായി. ടേൺ ചെയ്തില്ലായിരുന്നു നഷ്ടമായേനെ, നഷ്ടം. ഓടേ, എന്ത് രസാന്ന് നോക്കി കാണാന്. സെറ്റ് നോക്കിയോ റോങ്കുട്ടാ. അടിപൊളി. Imagine how much time. Oh my gosh, they even have a crib set too. എവിടെ? അതെവിടെ അല്ലേ?
നിങ്ങൾക്ക് കാണാവോ ഗൈസ്? മാതാവും ഉണ്ണീഷോയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ക്രിപ്സെറ്റ് മൊത്തത്തിലുണ്ട് കേട്ടോ, അത്രയും വലുത്. അടിപൊളി. സ്നോമാന്, ക്രിസ്മസ് പാപ്പ, ഇല്ലാത്ത ഒന്നുമില്ല ഇവിടെ. അതേനാ ഓടെ. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. സമയം ഇപ്പോൾ 9 o'clock ആയി. പക്ഷെ കുഴപ്പമില്ല അല്ലെ, ഇന്നത്തെ ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഇവരുടെയൊക്കെ എൻജോയ്മെന്റ് എന്തായിരിക്കും അല്ലേ? സാധാരണ ആൾക്കാർക്ക് എൻജോയ്മെന്റ് എന്ന് പറയാൻ എവിടെയെങ്കിലും ഒക്കെ പോവാ, വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോവാ, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് ചുമ്മാ കറങ്ങി നടക്കുക, സ്പെൻഡ് ചെയ്യുക, എവിടെയെങ്കിലും ഒക്കെ ഒരുമിച്ച് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര വലിയ സ്ഥലങ്ങളിൽ കൂടെ പോവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ ഒരു പാർക്കിൽ പോയി വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഹാപ്പിയായി. അഞ്ജന വന്നപ്പം എനിക്ക് തന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഞാൻ അവളോടും ഒരുപാട് താങ്ക് യു. പിന്നെന്താ, ഗിഫ്റ്റ് തന്നത് കൊണ്ടല്ല, അല്ലാണ്ട് എൻ്റെ ബർത്ത്ഡേ ഓർത്ത് എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് എന്നെ വിഷ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചതിന്, എനിക്ക് വേണ്ടി ടൈം അവൾ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. അതൊക്കെ തന്നെയാണല്ലോ നമുക്ക് വേണ്ടതും അല്ലേ. നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മളെ ശരിക്കും സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയണത്. അപ്പം അതാണ് ഏറ്റവും വലുതെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ. അഞ്ജന തന്ന ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് അഞ്ജന. പേഴ്സ്, എനിക്ക് ഇന്ന് വരെ എൻ്റെ ലൈഫിൽ പേഴ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ പേഴ്സ് യൂസ് ചെയ്തിട്ടേ ഇല്ല, പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ബ്ലാക്കിൽ സീക്വൻസ് ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ക്രിസ്മസിന് ഞാനിത് ഉപയോഗിക്കുന്നതായിരിക്കും. എലഗൻറ്റ് ലുക്ക് ഉണ്ടെന്നാണ് ചിക്കുസ് പറഞ്ഞത്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലഷാറ്റോ ആ കമ്പനിയുടെ ആണ് കേട്ടോ, ആ ബ്രാൻഡിൻ്റെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു അഞ്ജന. പിന്നെതാ ഒരു സ്പെഷ്യൽ കാർഡും. ഹാപ്പി ബർത്ത്ഡേ.